ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു മംഗല വ്ളോഗ് നോക്കാം കേട്ടോ. വെഡ്ഡിങ് വ്ളോഗാണ്. അപ്പം നമ്മളെ ഈവനിങ്ങിൻ്റെ വെഡ്ഡിങ് ആണ്, ഒരു ദിവസം മുന്നേയുള്ള ഈവനിങ് ആണ്. അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം നമ്മളെ ഫാമിലിയിലത്തെ തന്നെയാണ് മംഗലം കേട്ടോ. അപ്പം അവിടെ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് മംഗലം ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് സ്റ്റേജ് എല്ലാം നോക്കിയിട്ട് വരാം കേട്ടോ. ഇത് വൈകുന്നേരത്തെ കാഴ്ചകളാണ്. ഇനി രാത്രിയെയും രാവിലത്തെയും വരാനെല്ലാം ഉണ്ട്. അപ്പം എൻ്റെ അനിയനും ഉമ്മയാണ് വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നത്, രാത്രി പോകാൻ പറ്റില്ല എന്നിട്ട്. അപ്പം അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സും മുതിർന്ന സബ്സ്ക്രൈബറും നമ്മളെ വീഡിയോ നോക്കുന്നവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മ്യൂസിക് പാട്ടിനെല്ലാം വേണ്ടി ബോക്സ് ഇറക്കുകയാണ്. ഇതാണ് പുതിയാപ്പിളിൻ്റെ റൂം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വാട്ടോ പുതിയാപ്പിളിൻ്റെ റൂം. കല്യാണത്തിന് വരുന്നവർക്ക് ഫുഡ് കഴിക്കാനുള്ള ടേബിൾ മേശയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം തന്നെ ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാത്രിയത്തെ കാഴ്ചയാണ്. രാത്രി ഞാൻ പോയിട്ടുണ്ടാകുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മളെ പാട്ടെല്ലാം ഉണ്ടായിരുന്നു. പാട്ട് നമ്മൾക്ക് മ്യൂസിക് ഇടാൻ പറ്റിയില്ല കേട്ടോ. ലോങ് വീഡിയോയിൽ കോപ്പിറൈറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ പാട്ടിൻ്റെ വോളിയം നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പം സ്റ്റേജിൽ പാട്ട് പാടുകയാണ്. മീത ഡെക്കറേഷനിലുണ്ട്, മിനിച്ചറെല്ലാം വെച്ച്. ഞങ്ങൾ കല്യാണത്തിന് പോയ ശേഷം കുറച്ച് സമയത്തിന് ശേഷമാണ് മഴ പെയ്ത് നമ്മളെ പന്തലിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വരുന്നത്. അപ്പോൾ ഫുള്ള് അവിടെ വെള്ളമായിരുന്നു. നമ്മളെ തുണിപ്പന്തലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ കുറേ ആൾ ഭക്ഷണമെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 8 മണിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മഴ പെയ്തത് 8:30 കേട്ടോ. അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാനും ഫുഡ് കഴിച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നെയ്ച്ചോറ്, ഇറച്ചിക്കറി, സാമ്പാറെല്ലാം ഉണ്ടായിരുന്നു രാത്രി. അപ്പം അപ്പോഴും നല്ല മഴയായിരുന്നു. ഞാൻ വയ്ക്കുമ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ ഓറ് ചോറെല്ലാം കൊണ്ടുകൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഭക്ഷണം വെക്കുന്ന അടുത്ത് പോയേക്കാം കേട്ടോ. അപ്പം അവിടെയെല്ലാം ഭക്ഷണമെല്ലാം വെക്കുകയാണ്. നെയ്ച്ചോറും കോഴിക്കറിയും ഇറച്ചിക്കറിയെല്ലാം ഉണ്ടാക്കുകയാണ്. അപ്പം അതെല്ലാം കഴിച്ചാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയാന്ന് വരുന്നുണ്ടായിരുന്നു ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് പോയപ്പോഴും. പിന്നെ അവിടെ ചായയെല്ലാം ഉണ്ടായിരുന്നു. രാത്രി ചായയെല്ലാം ഉണ്ടായിരുന്നു വേണ്ടവർ കുടിക്കാൻ വേണ്ടി. പിന്നെ നമ്മളെ പൊറോട്ട ചുടുന്ന കല്ലാണ്. അപ്പം നാളേക്ക് വേണ്ടി ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ അവിടെ സാധനമെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ മഴയെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേജെല്ലാം നോക്കി. അപ്പോഴേക്കും മഴയെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മളെ സ്റ്റേജും ഡെക്കറേഷനും പന്തലും അതെല്ലാം കേട്ടോ. പിന്നെ അവിടെയാണ് ചായയെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മുറ്റത്ത് പോയൊക്കെ അപ്പുറത്തെ സൈഡിലും പന്തലുണ്ടായിരുന്നു. അത് നിക്കാഹിന് വരുന്നവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ വരുമ്പോൾ കുറേ ആളൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് പേരെ ഉണ്ടായിട്ടു. ഞങ്ങൾ വന്നതിന് ശേഷമാണ് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് പോകാനും കഴിഞ്ഞു കേട്ടോ നമ്മൾ വരുന്നതിന് മുന്നേ. പിന്നെ നമ്മളെ പുതിയാപ്പിളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയാപ്പിളിനെ ഒരുക്കിയ ശേഷം പുതിയാപ്പിളുടെ റൂമിൽ നിന്ന് താഴേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയാപ്പിളുടെ ചങ്ങായിമാരും ഫ്രണ്ട്സും എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ നമ്മൾ പുറത്ത് വന്നിട്ടാകുമ്പോൾ നല്ല ചളിയും വെള്ളമെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാം പോയി. നമുക്ക് പുതിയാപ്പിളിൻ്റെ കുറച്ച് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. പുതിയാപ്പിളിനെ ഒരുക്കുന്ന രാത്രിയത്തെ ഡ്രസ്സും ഒരുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ.
the next day. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്, ഇത് നിക്കാഹിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പം നിക്കാഹിന് നമ്മാണ് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മ ഉണ്ടാകുമ്പോൾ കുറച്ച് പേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വന്ന് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിക്കാഹിന്. നമ്മൾ 10 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിക്കാഹ് കഴിഞ്ഞത് 11:30 കഴിഞ്ഞിട്ടാണ് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് എല്ലാവരും വരുന്നതാണ് നമ്മൾ വന്ന ശേഷം. പിന്നെ നമ്മൾ ഇന്നലെ കണ്ട പന്തലാണ് കേട്ടോ നിക്കാഹിന് വേണ്ടിയിട്ട് ഒരുക്കിയ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. പിന്നെ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ പൊറോട്ട ലൈവായി ചുടുകയാണ്. പിന്നെ നമ്മളെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചായ, ജ്യൂസ് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. ബത്തക്ക, പൈനാപ്പിൾ ജ്യൂസ്, മിൻറ്റ് ജ്യൂസ് എല്ലാമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ സാധനം എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ജ്യൂസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നവർക്ക് എടുത്തു കുടിക്കാൻ വേണ്ടി കാറ്ററിംഗ് ബോയ്സ് എല്ലാം അവിടെ സജ്ജമായിട്ടുണ്ട് ജ്യൂസ് നിന്നിട്ട്. പിന്നെ ഇതാണ് ഞാൻ മുമ്പോട്ട് പറഞ്ഞത്, വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി. പിന്നെ അവിടെ എല്ലാം വെക്കാൻ തുടങ്ങി കേട്ടോ, അവിടെ എല്ലാം ഒരുക്കി വെക്കാൻ തുടങ്ങി. ജ്യൂസ് എല്ലാം അടിച്ച് വെക്കാൻ തുടങ്ങി കേട്ടോ, വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അടിച്ച് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ട്രയലെല്ലാം ആക്കി വരുന്നവർക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമ്മളെ നിക്കാഹിൻ്റെ സമയമായി. അപ്പം നമ്മളെ പുതിയ ആപ്പിളിന് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നിക്കാഹിന് കുറേ ആളുണ്ടായിരുന്നു. അപ്പോൾ നിക്കാഹ് നടക്കുകയാണ് ഇപ്പോൾ, ഞാൻ ഇപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ നിക്കാഹെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് എന്തെല്ലാം വിഭവങ്ങളുണ്ടെന്ന് നോക്കാം കേട്ടോ. പൊറോട്ട, കൽത്തപ്പം ഉണ്ടായിരുന്നു, പിന്നെ കോഴി ഉണ്ടായിരുന്നു, മുദ്മൻ കോഴി, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, മട്ടൻ ബിരിയാണി, പിന്നെ നമ്മളെ കോഴിക്കറി ഉണ്ടായിരുന്നു, ആടുകറിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചില്ലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര എല്ലാ ഐറ്റംസാണ് അവിടെ ഉണ്ടായിരുന്നത് നിക്കാഹിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഫുഡ്. ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ കുറേ ആൾ ഇരിക്കാത്തവരെല്ലാം ഇരുന്ന് തിന്നുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ അരീസ് എല്ലാം ഉണ്ടായിരുന്നു, അൽസ, പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് എല്ലാം തീർന്നിട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കഴിച്ച് നമ്മൾ സ്റ്റേജിനടുത്ത് പോയിട്ട് കേട്ടോ, പാട്ട് പാടുന്ന സ്റ്റേജിനടുത്താണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വന്നിട്ട് ഒരു റിഫ്രഷിങ് കണ്ടിട്ട് ഒരു ജ്യൂസും കുടിച്ചു. അങ്ങനെ ഒരു ജ്യൂസെല്ലാം അടിച്ച് ജ്യൂസിലൊഴിച്ച് സെർവ് ചെയ്യാണ് ഇപ്പോൾ. അപ്പം നമ്മൾ കാനത്ത് അവിടെ ഫുള്ള് ഫോട്ടോസിൻ്റെ തിരക്കിലാണ് പുതിയാപ്പിളക്ക്. എല്ലാവരും ഫോട്ടോ ഒക്കെ വേണ്ടി പോസ്റ്റ് ചെയ്യാണ്. പിന്നെ വന്നവരെല്ലാം പോവുകയാണ് ഉണ്ടായിരുന്നത്. കുറേ പേരെല്ലാം പോയിട്ടുണ്ടായിരുന്നു. നിക്കാഹിന് ശേഷം പാട്ടെല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ഗംഭീരത്തിലാണ് പാട്ടെല്ലാം ഉണ്ടായിരുന്നത്. അപ്പം അത് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. രണ്ട് മൂന്ന് ആൾക്കാരെല്ലാമാണ് പാട്ടെല്ലാം പാടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെ പുതിയാപ്പിളിൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് കേട്ടോ. അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇപ്പോൾ കാണുന്നത് നിക്കാഹിൻ്റെ.
അതിനുശേഷം എൻ്റെ അനിയത്തിയും അനിയന്മാരെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യുകയാണ് കേട്ടോ. അതിന് ഫോട്ടോ എടുക്കുന്ന ആൾ നിർദ്ദേശം കൊടുക്കുകയാണ്, ഇങ്ങനെ എടുക്കാമെന്ന്. അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ വന്നപ്പോൾ എല്ലാവരും വയ്യെ വന്നവരെല്ലാം ഇരുന്ന് തിന്നുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര ഗംഭീരത്തിൽ പാട്ടെല്ലാം പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എൻ്റെ 2 അനിയന്മാരെ ഫോട്ടോ എടുത്തു. ഓരോ സ്റ്റേജിലെല്ലാം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് അപ്പോഴും ചായൻ്റെ അടുത്ത് നല്ലോണം ആളെല്ലാം ഉണ്ടായിരുന്നു. ജ്യൂസെല്ലാം തീർന്നുകൊണ്ട് എല്ലാവരും ചായക്കാണ് ഇപ്പോൾ ഇതായിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ അനിയത്തിൻ്റെ കുറേ കല നിങ്ങൾ പുറത്ത് കൊണ്ടുപോയാണ് കേട്ടോ. അതിനുശേഷം പുതിയാപ്പിള ഇറങ്ങുന്നതാണ്. പുതിനാട്ടിൻ്റെ അവിടെ പോവുകയാണ് കേട്ടോ. പുതിയാപ്പിള കാറിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പുതിനാട്ടിൻ്റെ അവിടെ പോകുന്ന കാഴ്ചകൾ എല്ലാം കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം എൻ്റെ ഉമ്മയും അനിയനും കൂടി പുതിയണ്ണിൻ്റെ പേർക്ക് പോയാണ് പുതിയണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ആ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. ഇതെല്ലാം എൻ്റെ അനിയനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അവർ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടിട്ട് കേട്ടോ. പിന്നെ അവർ പുതിനാട്ടിൻ്റെ എല്ലാം പേർക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ പുതിയാപ്പിളുടെ കാറാണത്. പിന്നെ അവർ വന്ന ശേഷം ഫുഡെല്ലാം കഴിക്കാൻ കഴിഞ്ഞ് പിന്നെ അവർ മടങ്ങി പോക്കാണ് കേട്ടോ. മടങ്ങി വന്നു. അപ്പം മടങ്ങി വരുന്ന കാഴ്ചകളും നിങ്ങൾ കണ്ടിട്ട് കേട്ടോ. പിന്നെ ഉമ്മാനെ കീഴേണ്ട സ്ഥലം എത്തിയപ്പോൾ ഉമ്മ അവിടെ കീഞ്ഞിട്ടോ. അങ്ങനെ ആ ബസ് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്.